ഹായ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ലാവ കേക്കാണ്. അപ്പോൾ നമ്മളിന്ന് ചെറുതായിട്ട് ഒരു ഇഡ്ഡലി കേക്ക് പോലെയാണ് കേട്ടോ ചെയ്യുന്നത്, ഇഡ്ഡലി പാത്രത്തിൽ. അപ്പോൾ എല്ലാവർക്കും തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കാണിക്കുന്നത്. നമ്മളിതിനകത്ത് ഗോതമ്പൊടി വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതുപോലെ മെഷറിംഗ് കപ്പോ കാര്യങ്ങളോ ഒന്നും വേണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് കുറച്ച് പേര് ഹായ് പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും സ്പെഷ്യലായിട്ട് തന്നെ ഒരു ഹായ് ഉണ്ട്. അപ്പോൾ നമുക്കിനി ഇത് റെഡിയാക്കിയിട്ട് എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഇഡ്ഡലി തട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാവരുടെ വീട്ടിലുള്ള ഒരു കാര്യമല്ല. അപ്പോൾ ഇതിലാണ് കേട്ടോ നമ്മൾ ഇന്ന് ഈ കേക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് പെട്ടെന്ന് നമ്മുടെ കേക്ക് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ഒന്ന് തൂത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ അല്ലാത്ത ഏതെങ്കിലും ഓയിലൊന്ന് തേച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇഡ്ഡലിയുടെ പാത്രം ഇവിടെ റെഡി ആയിട്ടുണ്ട്, അത് മാറ്റി വെക്കാം. ഇനി നമുക്കിതിൻ്റെ ഉള്ളിൽ ചോക്ലേറ്റ് വെച്ച് കൊടുക്കണം. അതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് അതിന് മുകളിലായിട്ടൊരു ബൗൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. സ്റ്റീലിൻ്റെ ബൗൾ എടുത്താലും മതി കേട്ടോ. അതിലേക്ക് ഒരു 50 ഗ്രാം ചോക്ലേറ്റ് ഇട്ടിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ഡാർക്ക് ചോക്ലേറ്റ്, നമ്മുടെ കോമ്പൗണ്ട് ചോക്ലേറ്റ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് സാധാരണ നമ്മുടെ ഡയറി മിൽക്ക് ഒരു പാക്കറ്റ് എടുത്താൽ മതി. അതൊന്ന് ഇതുപോലെ ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കുക. ഇപ്പോൾ ചോക്ലേറ്റ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് നല്ല ഡ്രൈ ആയിട്ടുള്ളൊരു മിക്സിയുടെ ജാറാണ്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള ഇതുപോലെ ഒരു നോർമൽ സ്പൂണാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളെല്ലാ അളവുകളും ഈ ഒരു സ്പൂണിലാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. ഇനി നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. അപ്പോൾ മിക്സിയുടെ ജാറ് നല്ല ഡ്രൈ ആയിരിക്കണം. അതുപോലെ മുട്ട ഡയറക്റ്റായിട്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ചെയ്യരുത്, തണുപ്പ് മാറിയിട്ട് വേണം കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ആ ഒരു സ്പൂണിന് അളന്നിട്ട് 4 സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ 4 സ്പൂൺ ചേർത്തിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും. പൊടിക്കാത്ത പഞ്ചസാരയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ അതേ സ്പൂണിന് തന്നെ 3 സ്പൂൺ അളവിൽ ഏതെങ്കിലും ഓയിൽ ചേർക്കുന്നുണ്ട്. വെളിച്ചെണ്ണ അല്ലാത്ത ഏതെങ്കിലും ഓയിൽ വേണം കേട്ടോ എടുക്കാനായിട്ട്. പിന്നെ ഒരു 1/2 സ്പൂൺ നമ്മൾ വാനില എസൻസ് കൂടെ ചേർത്തിട്ടുണ്ട്. ആ ഒരു മുട്ടയുടെ സ്മെല്ലൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതുകൂടെ ചേർത്തിട്ട് ഒരു 20 സെക്കൻഡൊക്കെ നന്നായിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ അതായത് ഇതുപോലെ ഒന്ന് പതഞ്ഞ് കിട്ടും. ഇനി നമുക്കതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്കിതിലേക്ക് ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഒരു അരിപ്പയിലേക്ക് അതേ സ്പൂണിന് തന്നെ അളന്നിട്ട് 5 സ്പൂൺ അളവിൽ ഗോതമ്പൊടിയാണ് കേട്ടോ ഞാനിവിടെ ചേർക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് മൈദ വേണമെങ്കിലും എടുക്കാം. ഇനി അതേ സ്പൂണിന് തന്നെ 1 സ്പൂൺ കൊക്കോ പൗഡർ കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചേർക്കുന്നത് ബേക്കിംഗ് സോഡയാണ്, സോഡാപ്പൊടി. അതൊരു ചെറിയ സ്പൂണിന് ഒരു 1/4 സ്പൂൺ ചേർത്താൽ മതി കേട്ടോ. ബേക്കിംഗ് സോഡ വളരെ കുറച്ച് മതി, ഒരു 2 നുള്ളൊക്കെ മതിയാവും. പിന്നെ ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരിച്ചിട്ടെടുക്കാം. അപ്പോൾ നന്നായി ഇവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അതേ സ്പൂണിന് തന്നെ ഒരു 3-4 സ്പൂൺ പാല് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു 3 സ്പൂൺ പാലാണ് കേട്ടോ ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത്. പാലിൻ്റെ അളവ് നിങ്ങൾ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് പതുക്കെ ഇതുപോലെ കട്ടകളില്ലാതെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് കട്ടിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം പാല് പിന്നീട് ചേർത്താൽ മതി. ഇപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് കേട്ടോ ഉണ്ടാവുക. അപ്പോൾ ഒരു 3-4 സ്പൂൺ പാല് നമുക്ക് വേണ്ടി വരുള്ളൂ. ബാക്കി ആ മുട്ടയുടെ മിക്സ് കൊണ്ട് തന്നെ നമുക്ക് റെഡിയായി കിട്ടും. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സ്പൂണിന് 1 സ്പൂൺ വിനാഗിരി കൂടെ ചേർത്തിട്ടുണ്ട്. നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് വരാനും പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം വിനാഗിരി കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ റെഡിയായി. ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഇഡ്ഡലിയുടെ തട്ടിലേക്ക് ഓരോ സ്പൂൺ വീതം നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ 1 സ്പൂണാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി അതിൻ്റെ ഉള്ളിലേക്കായിട്ട് നമുക്ക് ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ ചോക്ലേറ്റ് കുറച്ച് കട്ടയായി പോയി കേട്ടോ. നമ്മൾ പുറത്ത് അധികം നേരം വെച്ചിട്ടുണ്ടെങ്കിൽ അത് തിക്കായി പോവും. അപ്പോൾ ഇത്രയും കട്ടിയാവേണ്ട കാര്യമില്ല കേട്ടോ. നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന പരുവാണെങ്കിലും ഇതിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് ബാക്കിയുള്ള ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ട് അതങ്ങ് ഫില്ല് ചെയ്തെടുക്കുക. ബാക്കിയുള്ള ബാറ്റർ അതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റൊക്കെ ഫില്ല് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലൊരു ഇഡ്ഡലി കുക്കറിലാണ് കേട്ടോ ഇത് വേവിച്ചിട്ടെടുക്കാൻ വേണ്ടി പോകുന്നത്. ഞാൻ ഒരു ഇഡ്ഡലി പാത്രം ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് ചൂടാക്കി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ചൂടായ പാത്രത്തിൻ്റെ ഉള്ളിലേക്കായിട്ട് നമ്മൾ ഈ ഒരു തട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൽ പ്രത്യേകിച്ച് വെള്ളമോ ഉപ്പോ ഒന്നും ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. ഇനി ഇത് നമ്മൾ അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റാണ് കേട്ടോ വേവിച്ചിട്ടെടുക്കേണ്ടത്. 15 മിനിറ്റ് ആകുമ്പോൾ തന്നെ നമുക്ക് തുറന്ന് നോക്കാം, അത്രയും ടൈം എടുക്കുള്ളൂ. അപ്പോൾ ലോ ഫ്ലെയിമിൽ 15 മിനിറ്റ് വെക്കുക. അപ്പോൾ നമ്മുടെ കേക്ക് നന്നായി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൽ നിന്ന് മാറ്റാം. പിന്നെ ഈ ഒരു ലാവ കേക്ക് നമ്മൾ ഒരുപാട് തണുക്കാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട കേട്ടോ. കാരണം ചെറിയ ചൂടോടുകൂടി തന്നെ അത് പൊളിക്കുന്ന സമയത്താണ് ആ ഒരു ചോക്ലേറ്റ് ഇങ്ങനെ ഒഴുകി വരിക. കാരണം കുറച്ച് തണുത്തിട്ടുണ്ടെങ്കിൽ ആ ചോക്ലേറ്റ് ഒന്ന് സെറ്റാവും. അപ്പോൾ നല്ല ചൂടോടുകൂടി തന്നെ ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ചോക്ലേറ്റൊക്കെ നല്ല ഫില്ലായിട്ട് ഇരിക്കുകയായിരിക്കും അതിൻ്റെ ഉള്ളിൽ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, കണ്ടില്ലേ? അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ലാവ കേക്കാണ്.
അപ്പോൾ എല്ലാവരും ഈ ഒരു കേക്ക് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ റെഡ് കളറിലൊരു സബ്സ്ക്രൈബിൻ്റെ ബട്ടൺ ഉണ്ട്, അതൊന്ന് പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും, അത് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം നല്ല റെസിപ്പി ആയിട്ട്. താങ്ക്